കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വിഷയം ഗൃഹപ്രവേശനത്തിന് ശേഷം വീട്ടിൽ ചെയ്യേണ്ടുന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മൾ പഴയ വീട്ടിൽ നിന്നും കഴിവതും ഉപയോഗിച്ച സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. പുതിയതായിട്ടെല്ലാം വാങ്ങുന്നതായിരിക്കും ഉത്തമമായിട്ട് പറയപ്പെടുന്നത്. രണ്ടാമത്, ഗൃഹപ്രവേശനത്തിന് ശേഷം നമ്മുടെ വീട് സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ നല്ലൊരു ജ്യോതിഷനെ കണ്ട് ആ ദോഷം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. പരിഹരിച്ചതിന് ശേഷം നമുക്ക് സ്ഥലരക്ഷ എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് ചെയ്തു തരുന്നൊരു സ്ഥലരക്ഷ വസ്തുവിൻ്റെ 4 മൂലയ്ക്ക് നടവാതുക്കലും കുപ്പിക്കകത്തോ കുടത്തിനകത്തൊക്കെ യന്ത്രം എഴുതി പൂജിച്ച് നമുക്ക് സ്ഥാപിക്കാറുണ്ട്. ആ സ്ഥാപിച്ചു കഴിഞ്ഞാൽ 12 വർഷം അതിൻ്റെ കാലാവധി, ഒരു വ്യാഴവട്ടക്കാലം. അപ്പോൾ ആ 12 വർഷത്തേക്ക് ഈ വീട്ടിലുള്ളവരെ ഒരു ദോഷങ്ങളും ബാധിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ സ്ഥലരക്ഷ ചെയ്യുന്നത്. പിന്നെ മൂന്നാമത് ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരവാസ്തു സംബന്ധമായിട്ട് മിക്കവരും ചിലർ ചെയ്യുന്നൊരു കാര്യമാണ് കുടുംബദേശദേവതയ്ക്ക് എന്തെങ്കിലും വഴിപാട് കൊടുക്കാറുണ്ട്. അപ്പം ചിലർ വിട്ടുപോകുന്ന കാര്യമാണ് ആ കാര്യം നമ്മൾ ചെയ്യുക. കാരണം നമുക്കൊരു വീടും വസ്തുവൊക്കെ ഉണ്ടാവുന്നത് ഈശ്വരാനുഗ്രഹം കൂടുമ്പോഴാണ്. ആ ഇറങ്ങുമ്പോഴും നമുക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഇവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് തടസ്സങ്ങളൊക്കെ മാറുന്നത്. അപ്പോൾ കുലദേവതയെ മറക്കാതിരിക്കുക. കുലദേവതയ്ക്കും കുടുംബദേവത അവരൊക്കെ കാണും, വ്യത്യാശ്രയമൊക്കെ കാണും, അവിടെയൊക്കെ പോയി എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുക. നാലാമത് ചെയ്യേണ്ടുന്ന കാര്യമാണ്, വീട്ടിലെ പൂജാമുറിയിൽ നിത്യം മറ്റശുദ്ധികളൊന്നുമില്ല എങ്കിൽ വിളക്ക് കത്തിയിട്ട് മുടക്കാതിരിക്കുക. പൂജാമുറിയിൽ എന്തെങ്കിലും ശക്തമായ ഐശ്വര്യത്തിന് വേണ്ടുന്ന എന്തെങ്കിലും യന്ത്രങ്ങൾ, ശ്രീചക്രമാവാം, ലക്ഷ്മി നരസിംഹ യന്ത്രമാവാം, ലക്ഷ്മി യന്ത്രമാവാം, അഷ്ടലക്ഷ്മി യന്ത്രമാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ യന്ത്രങ്ങൾ നമുക്ക് ഐശ്വര്യത്തിനായിട്ട് സ്ഥാപിക്കുക. നാലാമത് ചെയ്യേണ്ട കാര്യമാണ്. അഞ്ചാമത് ചെയ്യേണ്ടുന്ന കാര്യമാണ്, നമുക്ക് ഗൃഹപ്രവേശനത്തിന് ശേഷം 30 ദിവസം അവിടെ കഴിവതും ദൂരയാത്രകൾ പോകാതിരിക്കുക. 30 ദിവസം അവിടെ ഏറ്റവും കുറഞ്ഞ അന്തി ഉറങ്ങണമെന്നാണ് പറയുന്നത്. ചിലർ പരവാസ്തോലി കഴിഞ്ഞ് അന്ന് ഉറങ്ങാറില്ല. നമ്മൾ നേരത്തെ താമസിച്ച വീട്ടിലൊക്കെ ആയിരിക്കും. പരവാസ്തോലി കഴിഞ്ഞ് അന്ന് തൊട്ട് 30 ദിവസം നമുക്ക് തുടർച്ചയായിട്ട് അവിടെ കിടക്കണം. പഴയ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന രീതികളൊക്കെയാണ്. പരവാസ്തോലി എന്ന് പറയുമ്പോൾ വാസ്തുവിയും ഗണപതിയും ഭവസയും ഒക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നമ്മൾ കിടക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഒരു വീട് പണിഞ്ഞിട്ട് അവിടെ ആളില്ലാതെ വരുന്ന അവസ്ഥയെ മാറാല പിടിക്കും. മാറാല പിടിച്ചാൽ എന്തുവാ? നെഗറ്റീവ് അവിടെ ഉണ്ടാകുന്നത്. ആളില്ലാത്ത വീട്ടിൽ പല നെഗറ്റീവ്, പുതിയതായിട്ട് പണിഞ്ഞ വീട്ടിൽ പല നെഗറ്റീവ്സും ഉണ്ടാവാം. അപ്പം അതിനാണ് 30 ദിവസമെങ്കിലും ആൾക്കാരവിടെ കിടക്കണം. അവരുടെ ശരീരത്തിന് ഒരു കാന്തിക വലയമുണ്ട്, വീടിന് ഒരു കാന്തിക വലയമുണ്ട്. അത് ഒരുപോലെ മെർജ് ചെയ്യണം. അത് ഒരുപോലെ ആവണം. ഒരുപോലെ ആയെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യമായാലും വീട്ടിൽ താമസിക്കുന്നവർക്കൊരു സന്തോഷമായാലും ഐക്യതയായാലും ഒക്കെ ഉണ്ടാവും. അപ്പം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന 5 കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞ്. ഈ 5 കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഐശ്വര്യമുള്ളൊരു ഭവനമായിട്ട് അത് മാറുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.